അങ്ങനെ യൂട്യൂബ് നിലവൃത്തിക്ക് തേച്ചും കൊട്ടിച്ചിരിക്കുകയാണ്. ഞാൻ പറയാമെന്ന് വെച്ചാൽ മുമ്പ് ഒരു വീഡിയോ ഉണ്ടായിരുന്നു. അതിലെ ടോപ്പിക് എന്ന് വെച്ചാൽ 3000 വാച്ച് അവർ ആയിക്കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾക്ക് മോണറ്റൈസ് ആകാൻ പറ്റും. യൂട്യൂബിൻ്റെ മോണറ്റൈസിങ് ക്രൈറ്റീരിയയിലേക്ക് ചെറിയ ചേഞ്ച് വരുത്തിയിട്ടുണ്ടെന്നാണ് അവർ പറയുന്നത്. അത് കണ്ടിട്ട് ഞാൻ പെട്ടെന്ന് 3000 വാച്ച് അവർ ആക്കാൻ വേണ്ടി 3 മാസം 90 വീഡിയോ എടുപ്പിച്ചിട്ടാണ് മോണറ്റൈസ് ആയത്. സംഭവം മോണറ്റൈസ് ആകും, പക്ഷേ അതിൽ കുറച്ച് ചെറിയ കുഴപ്പങ്ങളൊക്കെ ഉണ്ട്. എന്ന് വെച്ചാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 3000 വാച്ച് ഒന്നും ഓൺ ആവുന്നത് ആഡ് റവന്യൂ അല്ല, ജസ്റ്റ് സൂപ്പർ ചാറ്റിംഗ് ആണെങ്കിൽ മാത്രമേ ഓൺ ആകൂ. അത് തന്നെ സൂപ്പർ ചാറ്റ് ആരെങ്കിലുമൊക്കെ ചെയ്ത പൈസ വന്ന് $100 ആയതിനു ശേഷം മാത്രമേ നമ്മളെ അക്കൗണ്ടിലോട്ട് ഇതാവേണ്ട സംഭവം വരും. എന്ന് വെച്ചാൽ അത്രയും പറഞ്ഞിട്ട് ആവശ്യമൊന്നുമില്ല, നിങ്ങൾക്ക് പ്രത്യേക പൈസ ഒന്നും കിട്ടാൻ പോകുന്നില്ല. അപ്പോൾ ചിലവന്മാർക്ക് യൂട്യൂബ് ചാനൽ തുടങ്ങി ഉടനെ 3000 വാച്ചോറാക്കി മോണിറ്റൈസ് ആയി പൈസ വരാമെന്നൊക്കെ പറഞ്ഞിരിക്കും. ഒന്നും നടക്കാൻ പോകുന്നില്ല. ആഡ് റവന്യൂ മുടക്കി കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് സത്യത്തിന് ഇൻകം ജനറേറ്റ് ചെയ്യാൻ തുടങ്ങും. അല്ലെങ്കിൽ പിന്നെ ലൈവ് സ്ട്രീമറോ ഗെയിമറോ ആണെങ്കിൽ ആരെങ്കിലുമൊക്കെ ചിലപ്പോൾ എനിക്ക് സൂപ്പർ ചാറ്റൊക്കെ ചെയ്ത് കയറി വരും. എനിക്ക് എന്തായാലും ഇതുവരെയും ആരും സൂപ്പർ ചാറ്റ് ചെയ്തിട്ടില്ല. അപ്പം ഞാൻ തന്നെ ചെയ്യാമെന്ന് വെച്ചാലും ലോസാണ്. ഞാൻ എത്ര സൂപ്പർ ചാറ്റ് ചെയ്താലും അതിന് എത്രയോ പെർസെൻറ്റേജ് മാത്രമേ എനിക്ക് കിട്ടും. ബാക്കി എനിക്ക് വീണ്ടും നഷ്ടമാവും. അഥവാ ഈ ചാനൽ മോണിറ്റൈസ് കംപ്ലീറ്റ് ആയിട്ട് ആയില്ലെങ്കിൽ ഞാൻ അയച്ച പൈസ അവിടെ തന്നെ കിടക്കും. $100 ആയി കഴിഞ്ഞ് വിഡ്രോ ചെയ്യാൻ പറ്റും. അപ്പോൾ അവിടെ എനിക്ക് അടുത്ത പണി കിട്ടും. ഞാൻ പിന്നെ അതുകൊണ്ട് അതൊന്നും ചെയ്ത് നോക്കുന്നില്ല. ഈ ഒരു വീഡിയോ കണ്ടിട്ട് യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങാൻ പോകുന്ന ആരെങ്കിലും കൊണ്ടൊക്കെ ഡീമോട്ടിവേറ്റും ചെയ്യുന്നതൊന്നുമല്ല. ഇപ്പോൾ തുടങ്ങിയവർക്ക് ഡീമോട്ടിവേഷൻ ഒന്നുമില്ല എന്ന് പറഞ്ഞാൽ മോട്ടിവേറ്റ് ചെയ്യാൻ നിൽക്കുന്നില്ല. കാരണം നേരത്തെയൊക്കെ മോട്ടിവേറ്റ് ചെയ്ത് ഓരോരുത്തർ ഇറക്കി കയറി പോയിട്ട് ഇതുവരെ താഴെ പോലും ഇറങ്ങിയിട്ടില്ല. നമ്മൾ വിചാരിച്ച ഒരു നമുക്ക് പെട്ടെന്ന് ഇറക്കി കയറി പോകാൻ പറ്റും, പക്ഷേ താഴെ ഇറങ്ങിയാൽ നമ്മൾ വിചാരിച്ചാൽ പറ്റില്ല. അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കണം. ഗേസ് ഒരു 5000 എടുക്കാണ്ടോ? ഞാൻ നാളെ വൈകിട്ട് സെറ്റാക്കിയിട്ടൊക്കെ മൊത്തം എന്തൊക്കെ പറഞ്ഞാൽ അവർ പൈസയൊക്കെ അയച്ചു കൊടുത്ത് ഞാൻ പോക്കാറ്. ആ ഒരു മെസ്സേജ് അപ്പോൾ എനിക്ക് കുറച്ച് റിലേറ്റബിൾ ആയിട്ട് തോന്നിയിട്ടുണ്ട്. പൈസയൊക്കെ കൊടുക്കണമൊക്കെ സൂക്ഷിച്ച് കൊടുക്കണം, ഇല്ലെങ്കിൽ അടം പറഞ്ഞാൽ തേയും നാളെ എന്ന് പറഞ്ഞാൽ നീണ്ടൊക്കെ പോകാതൊക്കെ പിന്നെ യൂട്യൂബിൻ്റെ അടുത്ത് മെസ്സേജ് ഇട്ടോ അതിനൊക്കെ പറയത്തില്ല. ചെറിയ ഹോസ്പിറ്റൽ കേസ് ഉണ്ട്, $100 ആക്കി തരാം, പിന്നെ തിരിച്ചിടാതൊക്കെ പറഞ്ഞാലും നടക്കാൻ പോകുന്നില്ല. പിന്നെ ഇതിൽ യൂട്യൂബിൻ്റെ പ്രത്യേകിച്ച് തെറ്റും കാര്യങ്ങളൊന്നുമില്ല. നമ്മളെല്ലാം വിചാരിക്കുന്നത് ആ ഒരു ക്രൈറ്റീരിയ കുറച്ച് ലോവറാക്കി എന്ന് പറഞ്ഞാൽ അപ്പം തന്നെ നമുക്ക് പൈസ കിട്ടി തുടങ്ങുമെന്ന് നമ്മളൊരു വിചാരം മാത്രമാണ്. അത് കറക്റ്റ് ആ ക്രൈറ്റീരിയ ഞങ്ങൾക്ക് വായിച്ചൊക്കെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും ഒന്നും കിട്ടാൻ പോകുന്നില്ലെന്ന്. പിന്നെ 4000 വാച്ചോർ ആയിക്കഴിഞ്ഞാൽ മാത്രമേ കിട്ടൂ. ഞാൻ അതിന് ശേഷം 3000 വാച്ചോറായിട്ട് ഇങ്ങനൊരു പണി കിട്ടിയെന്ന് എനിക്ക് മനസ്സിലായപ്പോൾ കുറച്ച് ഡൗൺ ആയിരുന്നു. പിന്നെ അങ്ങനെ മുമ്പത്തെ ആ ഒരു ഫ്രീക്വൻസിയിലൊന്നും വീഡിയോ ഇടില്ലായിരുന്നു. പിന്നെ കുറഞ്ഞ ഇടയ്ക്കിടയ്ക്കൊക്കെ ഇട്ടിട്ട് ഇപ്പോൾ ആവശ്യം 4000 വാച്ചോറൊക്കെ അടുപ്പിച്ച് ആയെന്ന് തോന്നുന്നു. എന്തായാലും ഇപ്പോൾ മറ്റേ ആഡ് റവന്യൂ ഞാനൊക്കെ ഓണായിട്ടുണ്ട്. പിന്നുള്ളതെന്ന് വെച്ചാൽ ഞാൻ വിചാരിച്ചാൽ അത് ഓണാകുമ്പോഴും പൈസ കിട്ടുമെന്ന് വിചാരിച്ചത്. അങ്ങനെയൊന്നുമല്ല. നമ്മുടെ അടുത്ത് ഓരോ വീഡിയോ അനുസരിച്ച് നമ്മളെ ആഡ്സെൻസിൻ്റെ അക്കൗണ്ടിൽ പോയിട്ട് കുറച്ചായിട്ട് ഡോളേഴ്സ് വീണ്ടും അത് $100 ആവും. എന്നാലും എനിക്ക് ഇത്ര നാളായിട്ട് എനിക്ക് $1 അങ്ങനെ അടുപ്പിച്ച് ആയുള്ളൂ. അതൊക്കെ ഇനി എന്ന് 100 ആവുമെന്ന് എനിക്കറിയാൻ വയ്യ. ഞാൻ എന്തായാലും ഇതൊന്ന് മോണിറ്റൈസ് ആയി കഴിഞ്ഞാൽ എങ്ങനെ എനിക്ക് ഫീൽ എന്നറിയാൻ വേണ്ടിയാണ് ഇത്രയും പെട്ടെന്ന് തുടങ്ങിയിട്ട് വന്നത്. കുറച്ച് അധികം എഫർട്ട് ഇട്ടിട്ടുണ്ട്. കാരണം ഒരു 2 മാസത്തിൽ തന്നെ ഞാൻ 60 വീഡിയോ കിട്ടണമെന്ന് വിചാരിച്ചാലും അത്ര നടന്നില്ല. ഒരു 40+ മെയിൻ വീഡിയോസും അതേപോലെ ഷോർട്സും ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇത്രയും പെട്ടെന്ന് വാച്ച് അവർ കുറച്ച് കയറി വന്നത്. പിന്നെ ഫ്രീക്വൻ്റ് ആയിട്ട് വീഡിയോ ഇട്ടുന്നതിലൂടെ വാച്ച് അവർ മാത്രമല്ല സബ്സ്ക്രൈബേഴ്സ് നല്ലേക്ക് ഉണ്ട്. ഇപ്പോൾ എനിക്കൊന്ന് 3200 എത്രയായിരുന്നു. പിന്നെ ഇന്ന് വേറൊരു സന്തോഷ വാർത്ത ഉണ്ട്. എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് രാവിലെ 4000 ഫോളോവേഴ്സ് അതേപോലെ 2 മില്യൺ അക്കൗണ്ട് റീച്ച് അടിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എല്ലാ സപ്പോർട്ടുണ്ട് മാത്രമാണ് അടിച്ചിട്ടുള്ളത്. പിന്നെ ഇത് പറയാനുള്ളത്, അപ്പോൾ യൂട്യൂബ് ചാനലിൽ തുടങ്ങിയിട്ട് വീഡിയോ ഒക്കെ ഇടാൻ എന്തെങ്കിലും ഔട്ടിങ് ഉണ്ടെങ്കിൽ എനിക്ക് മെസ്സേജ് ചെയ്തത് ഞാൻ പറഞ്ഞുതരാം. പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ 4000 വാച്ചോറിൻ്റെ അകത്തുള്ള കാര്യങ്ങൾ മാത്രം. 4000 വാച്ചോർ ആയി കഴിഞ്ഞിട്ട് പിന്നെ വെരിഫിക്കേഷൻ അതൊക്കെ എന്താണെന്ന് പോലും എനിക്കറിയില്ല. എനിക്കിതുവരെ അതൊന്നും വന്നില്ല. എന്നാലും വരാൻ വേണ്ടി കുറേ നാളെടുക്കുമെന്ന് എനിക്കിപ്പോഴും അറിയാം. ജസ്റ്റ് ഈ കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞെന്ന് തോന്നി. നിങ്ങൾ 3000 വാച്ചോറായി പൈസ വരാൻ വേണ്ടി ഇരിക്കുന്നതെങ്കിലും ഫ്രണ്ട്സൊക്കെ വെയിറ്റ് ചെയ്തിരിപ്പണെങ്കിൽ അവന്മാർക്കൂടെ വീഡിയോ ഷെയർ കൊടുത്തേക്ക്. അപ്പോൾ ഞാൻ നേരത്തെ കണ്ട തമ്മിലല്ലേ യൂട്യൂബിനെ തേച്ചു കേസ് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ പല രീതിക്ക് വിടും. കാരണം അങ്ങനെ കിട്ടാനും നിങ്ങൾക്ക് കയറി വരുള്ളൂ, അല്ലാതെ പൈസ കഴിക്കുന്ന പറഞ്ഞാലും കയറി വരില്ല. അപ്പോൾ കയറി വരാൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ എൻ്റെ തിരക്ക് കഴിച്ച് കഴിഞ്ഞാൽ ആരെങ്കിലും കയറി ഒന്ന് വീഡിയോയിൽ കാണും. അപ്പോൾ വീഡിയോ എടുത്തതെങ്കിൽ തമ്മിലൂടെ എന്തെങ്കിലും കുറച്ച് അട്രാക്റ്റീവ് ആയിട്ടില്ലെങ്കിൽ ആൾക്കാർക്ക് കയറി കാണാൻ പറ്റുന്ന രീതിയിലുള്ള എന്തെങ്കിലും ഇടണം. പിന്നെ താഴെ കാണുന്ന ബെല്ലൈക്കൺ ഒന്ന് അടിച്ചു പിടിച്ചേക്ക്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് അടിച്ചേക്ക്. എൻ്റെ പട്ടെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്ക്. അപ്പോൾ വീഡിയോ കാണുന്നവരെ ബൈ.